യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും നെല്ലിപ്പലക തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്നതാണ് മെയ് മാസം 24-ാം തീയതി ഈ ഞായറാഴ്ച രാത്രിയോടുകൂടി നമ്മൾ അറിയുന്നത്. നിർണായകമായ പുരോഗതി ചർച്ചയിലുണ്ടായെന്ന് അമേരിക്കയും ഇറാനും ഒന്നുപോലെ പറയുന്ന രാത്രിയായി ഇത് മാറുകയാണ്. പക്ഷേ കരാറിൽ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. അന്തിമ കരാർ ഒപ്പിടാൻ വേണ്ടി രണ്ടുപേരുടെയും ടേബിളിൽ വന്നിട്ടുമില്ല. തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് അന്വേഷിച്ച് നമുക്ക് പോകാം. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. വ്യാഖ്യാനങ്ങളിലെയും നിർവചനങ്ങളിലെയും തടസ്സമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ആശയപരമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നും ഇതുമായി ബന്ധപ്പെട്ട വിശകലന വിദഗ്ധന്മാരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും മധ്യസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷകരും ഒക്കെ പറയുകയാണ്. ന്യൂഡൽഹിയിലെത്തിയ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി സംസാരിച്ച ശേഷം ന്യൂഡൽഹിയിൽ വെച്ച് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാവുകയാണ്. ഇപ്പോൾ ഒറ്റ കാര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് വാശി പിടിക്കുന്നത്. അത് നടന്നേ പറ്റൂ. അതായത് ആണവായുധം ഉണ്ടാക്കാനുള്ള അവസരം ഇറാന് ഒരു കാരണവശാലും കൊടുക്കില്ല. അത് വളരെ സ്പെഷ്യലായിട്ട് പ്രസിഡന്റ് പറയുന്ന കാര്യമാണ്. ആ ഒരു കാര്യത്തെ കൂടി തീരുമാനമാകാനുണ്ട് എന്ന സൂചനയാണ് മാർക്കോ റൂബിയോ നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇറാൻ്റെ വ്യാഖ്യാനം എന്താണ്? ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഇന്ന് ഇറാൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് ആണവായുധമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇറാന് വലിയ പിടിവാശിയൊന്നുമില്ല. അത് നമുക്ക് വേറെ പിന്നെ ചർച്ച ചെയ്യാം. ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറുമായി മുന്നോട്ട് നീങ്ങാം എന്നാണ്. ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് ഇറാൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അമേരിക്കയുടെയും ഇറാൻ്റെയും വ്യാഖ്യാനങ്ങളിലും നിർവചനങ്ങളിലും വലിയ വ്യത്യാസങ്ങളൊക്കെയാണ്. അമേരിക്ക ഇന്ന് പ്രസിഡന്റ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ വാട്ടർവേ ആണ്. അത് ഇറാൻ്റെ സ്വന്തമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമാധികാരം ഇറാൻ വെച്ചുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല എന്നാണ്. എന്നാൽ ഇറാൻ ഇക്കാര്യത്തിൽ പറയുന്നത് വർഷങ്ങളായിട്ട് അതിൻ്റെ പരമാധികാരം സ്വാതന്ത്ര്യം ഇതെല്ലാം ഇറാൻ്റെ ഭാഗത്തുള്ളവയാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് ഇറാൻ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നാണ് ഇറാൻ്റെ ഭാഷ്യം. മൂന്നാമത്തെ തർക്കം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഇറാൻ്റെ അസറ്റ് എന്ന് പറയുന്ന ഫോറിൻ റിസർവ് അടക്കമുള്ള വിദേശ നിക്ഷേപമടക്കമുള്ള പലയിടങ്ങളിലും എണ്ണയടക്കമുള്ള സാധനങ്ങൾ വിറ്റതിൻ്റെ കാശ് തിരിച്ചിങ്ങോട്ട് ഇറാനിലേക്ക് കിട്ടാനുള്ള ആ സമ്പത്തിനെ മരവിപ്പിച്ച് നിർത്തുന്ന സമീപനം അതൊന്ന് മാറ്റിയെടുക്കണം. ആ കാശ് ഇറാൻ ഇപ്പോൾ കിട്ടണം, കുറച്ചെങ്കിലും ഇപ്പോൾ കിട്ടണം എന്നുള്ള കാര്യത്തിലാണ്. എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായിട്ട് മതി ആ കാശ് കൊടുക്കുന്നത് എന്ന നിലപാട് അമേരിക്കയും ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ട്രംപ് തൻ്റെ പ്രതിനിധികളോട് പറഞ്ഞിരിക്കുന്ന സുപ്രധാന കാര്യമെന്ന് ട്രംപ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും തിരക്ക് കൂട്ടേണ്ട കരാറുണ്ടാക്കാൻ വേണ്ടി, അത് അതിൻ്റെ സമയം എടുത്തോട്ടെ. ഇപ്പോൾ അമേരിക്കയുടെ സമയമാണ്. അതുകൊണ്ട് ധൃതി പിടിച്ചൊന്നും കരാറിൽ ഒപ്പിടണ്ട. ആദ്യം കരാർ വരട്ടെ. അത് വളരെ പ്രോഗ്രസീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും വളരെ പുരോഗമനപരമായിട്ടും ഉൽപ്പാദനപരമായിട്ടും തന്നെയാണ് ഇറാൻ അമേരിക്ക ബന്ധം ഇപ്പോൾ ഈ നിമിഷം പോകുന്നത്. അതങ്ങനെ തന്നെ പോകട്ടെ, ധൃതി വെക്കേണ്ട, എന്നിട്ട് തീരുമാനമെടുത്തിട്ട് നമുക്ക് അന്തിമ കരാറിൽ ഒപ്പിടാം എന്നാണ് ട്രംപ് പറയുന്നത്. തർക്കവിഷയ പട്ടികയിൽ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ലെബനോനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരാറായിരിക്കണം അന്തിമമായി ഒപ്പിടേണ്ടത് എന്നാണ് ഇറാൻ്റെ ഭാഷ. പക്ഷേ അത് ഇസ്രായേൽ പറയുന്നത് ലെബനോൻ വേറെ, ഇറാൻ വേറെ. ഇത് രണ്ടും രണ്ട് വിഷയങ്ങളായിട്ട് പരിഗണിക്കണം എന്നാണ്. കരാറിൽ ഒപ്പിട്ടാലും ഇന്ന് രാത്രിയോ നാളെയോ മറ്റന്നാളോ 2 ദിവസമാണല്ലോ ഇന്നലെ പറഞ്ഞത്. ഇതിനിടയിൽ കരാർ ഒപ്പിട്ടാലും അത് പ്രാവർത്തികമാക്കുന്നത് വരെ ഇപ്പോൾ കടൽ ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഉപരോധം, ആ ബ്ലോക്കേഡ് അമേരിക്ക പിൻവലിക്കില്ല എന്ന നിലപാട് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ സൈനിക വ്യൂഹം, നാവിക വ്യൂഹം തുടരും. കപ്പലുകൾ ഇറാൻ്റെ പോർട്ടിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്ന് വിൽക്കപ്പെടുന്ന ആ സമീപനമൊക്കെ ഒഴിവാക്കുന്ന തരത്തിൽ ബ്ലോക്കേഡ് തുടരും. മറിച്ച് കരാർ ഒപ്പിട്ട ശേഷം അത് പ്രാവർത്തികമായി വരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. അവിടെ കൂടെ പോകുന്ന കപ്പലുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇറാൻ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബോധ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലോക്കേഡും മാറും എന്നാണ് ട്രംപ് പറയുന്നത്. ഏതായാലും രണ്ട് രാജ്യങ്ങളുടെയും ചർച്ചകൾക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരികയും തൽക്കാലം ഒരു യുദ്ധവിരാമത്തിൻ്റെ പ്രതീതിയിൽ വെടിനിർത്തൽ US ഇറാൻ വിഷയത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല.
യുദ്ധം തീരുന്നു എന്ന മട്ടിൽ തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെയൊക്കെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചാനലുകൾ, അത് CNN ആണെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും ഇറാനിലെ മാധ്യമങ്ങളാണെങ്കിലും ഒരു യുദ്ധവിരാമത്തിൻ്റെ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത് എന്ന അർത്ഥത്തിൽ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധം ഇപ്പോൾ 2 ദിവസം കൊണ്ട് അവസാനിച്ചാലും ഓയിൽ മാർക്കറ്റിൽ വന്നിരിക്കുന്ന പ്രതിസന്ധി പെട്ടെന്നൊന്നും തീരില്ല. അത്രയ്ക്ക് വലിയ ആഘാതം മാർക്കറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞു. അതിൻ്റെ അനുബന്ധങ്ങളിലൊക്കെ ഇത് പ്രതിഫലനമുണ്ടാകും. ഇപ്പോഴൊന്നും പ്രശ്നങ്ങൾ നേരെയാവില്ല എന്ന മട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് വലിയ സ്വാധീനവും കിട്ടിവരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. UAE വരുമ്പോൾ ഷാർജ അൽ നഹ്ദ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്ത, പ്രത്യേകിച്ച് മലയാളി പ്രവാസി കുടുംബത്തിൻ്റെ ഒരു മാതാവും കുഞ്ഞും അവരുടെ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചതിനെക്കുറിച്ചുള്ള വാർത്ത വന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പല ആളുകളും ചോദിക്കുമ്പോൾ ഈ ഒരു അപകട മരണം, വാഹനമിടിച്ചു മരണം, ആത്മഹത്യ, ഇങ്ങനെ പല റിപ്പോർട്ടുകൾ അന്തരീക്ഷത്തിലുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇനിയും വ്യക്തമാവാത്തവർക്ക് വേണ്ടി ഒരു കാര്യം സൂചിപ്പിക്കാം. ഒന്നാമത്, ബുധനാഴ്ച രാവിലെ 7:15 അൽ നഹ്ദ അപ്പാർട്ട്മെൻറ്റിലെ 15ാമത്തെ നിലയിൽ നിന്ന് 5 വയസ്സുള്ള കുട്ടിയെ മാതാവ് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു എന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നിട്ട് എറിഞ്ഞ ഉടൻ തന്നെ പിന്നാലെ ഈ 35-കാരിയും താഴേക്ക് ചാടിയെന്നാണ്. ഇവർക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കുടുംബ വൃത്തങ്ങളിൽ നിന്ന് ചിലർ പറഞ്ഞതായിട്ടും ഇതേ റിപ്പോർട്ടുകളിലുണ്ട്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara Sharjah.